ശരിക്കും മെഡിക്കൽ കോളേജിൽ എന്താണ് നടക്കുന്നത്? ഇന്ന് സൂപ്രണ്ടും പ്രിൻസിപ്പാളും കൂടി ഒരു പത്രസമ്മേളനം നടത്തി. അതിനിടയിൽ അദ്ദേഹത്തിന് ഫോൺ കാൾ വരുന്നു. പത്രസമ്മേളനത്തിലെ റിപ്പോർട്ട്, അതായത് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ. അപ്പോൾ അദ്ദേഹം മുഴുവൻ വായിക്കാൻ പോകുന്നിടയിൽ തുരതുര അദ്ദേഹത്തിന് ഫോൺ വരുന്നു. അതിനിടയിൽ അവിടുത്തെ ഒരു ഉപകരണം ഹാരിസ് ചിറക്കലിൻ്റെ ഓഫീസിൽ, ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഓഫീസിൽ ഡോക്ടറുടെ റൂമിൽ ഒരു ഉപകരണം ഉണ്ടായിരുന്നു, അത് കാണാതാവുന്നു. പിന്നെ അവിടെ ഉപകരണം വരുന്നു. CCTV ഒക്കെയുള്ള മെഡിക്കൽ കോളേജല്ലേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി ഈ സിസ്റ്റം ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിക്കാതെ അതിസമർത്ഥമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ പഠിച്ച് വിദേശത്ത് കുറച്ചു കാലം വീട്ടിൻ്റെ സാമ്പത്തിക ദാരിദ്ര്യം കൊണ്ട് കുറച്ചു കാലം വിദേശത്ത് പോയി ജോലി ചെയ്തപ്പോൾ ശൈലജ ടീച്ചർ എന്ന മന്ത്രി നേരിട്ട് ഫോണിൽ വിളിച്ച് വരാൻ പറഞ്ഞ് ജോയിൻ ചെയ്ത് 51ഓളം ഡോക്ടർമാർ അവിടെ നിന്ന് സർവീസിൽ നിന്ന് പുറത്ത് പോയിട്ട് വന്നില്ലല്ലോ, ജോയിൻ ചെയ്തില്ലല്ലോ. അവരെ പിരിച്ചുവിടാൻ പറഞ്ഞല്ലോ ഗവൺമെൻറ്. വീണ ജോർജ് കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടല്ലോ. പക്ഷേ അപ്പോൾ പറഞ്ഞാൽ ശരിയാണ്, വീണ ജോർജ് പറഞ്ഞാൽ കറക്റ്റാണ്. ദീർഘകാലമായി അവരോട് അവധിയിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് പ്രവേശിക്കാൻ പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്തില്ല, മറുപടിയില്ല, അവരെ പിരിച്ചുവിട്ടു. ആ സമയത്താണ് അവധി ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്ന് ജോലിയിൽ ഏർപ്പെട്ട ഒരു ഹാരിസ് ചിറക്കലിനെ പകുതി കൊന്നു നമ്മൾ സിസ്റ്റമെല്ലാം കൂടി. ഇനിയിപ്പോൾ അദ്ദേഹം ജീവച്ചവൻ പോലെ ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ കുടുക്കിയതാണെന്ന് അദ്ദേഹം പറയുന്നു. എന്ത് സംവിധാനമാണെന്നേ! അതിമനോഹരമായ രീതിയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് സാന്ത്വനമായിരുന്ന ഒരു ഡോക്ടർ ആ പ്രൊഫഷനെ കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ സമൂഹവും മാധ്യമങ്ങളും ചാനലുകളും എല്ലാം കൂടി നിൽക്കുന്നു. പക്ഷേ ചാനലുകളും മാധ്യമങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ ഇതിനകം തന്നെ കുഴിച്ച് മൂടിയേനെ. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ഗതികേടാണ് നമ്മുടെ വ്യവസ്ഥ, എന്തൊരു സിസ്റ്റമാണിത്. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ കൊല്ലാൻ നമ്മുടെ സിസ്റ്റത്തിന് എന്തൊരു ആവേശമാണ്. അതേസമയം അഴിമതി നടത്തുന്ന കൊടിയ തെമ്മാടിത്തരം നടത്തുന്ന എത്രയോ ഉദ്യോഗസ്ഥന്മാർ, എത്രയോ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, പാലം പൊളിഞ്ഞു വീഴുന്ന എഞ്ചിനീയർമാർ, എത്രയെത്ര സംഭവങ്ങൾ. ഒരു പ്രശ്നവുമില്ല ഇവിടെ. ഈ സിസ്റ്റം നന്നായി അവരെ സംരക്ഷിക്കും. പക്ഷേ ഹാരിസ് ചിറക്കലിന് അങ്ങനെ സംരക്ഷിക്കാൻ യൂണിയനില്ല. ഇപ്പോൾ മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഓഫീസേഴ്സ് അസോസിയേഷനും KGO ഒക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരൊന്ന് ശക്തമായി IMA ഒക്കെ പറയുന്നു ഞങ്ങൾ രക്ഷിക്കുമെന്ന്. പക്ഷെ അതിനിടയിലാണ് ഈ പൊറാട്ട് നാടകങ്ങൾ നടക്കുന്നത്. ഉപകരണം കാണാതാകുന്നു, പിന്നെ കിട്ടുന്നു, ആരോ കൊണ്ടുവച്ചെന്നറിയില്ല, അതിന് വേറെ പൂട്ടുന്നു, പിന്നെ ആ പൂട്ട് തുറക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? എന്തിനാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? അദ്ദേഹത്തിനെതിരെ അന്വേഷണം വരുന്നു, അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ മന്ത്രിയുടെ കമൻറ്റ് വരുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? അദ്ദേഹത്തിന് പറയാൻ അവസരം കൊടുത്തു, അദ്ദേഹം പറഞ്ഞത് റെക്കോർഡ് ചെയ്തു. ഇതൊക്കെ ഒരു രഹസ്യ റിപ്പോർട്ടാക്കി വെക്കണ്ടേ? അതിനുശേഷം മറ്റു കാര്യങ്ങളും വിശദീകരണങ്ങളൊക്കെ വന്നതിന് ശേഷമല്ലേ ഇതിനെ കാര്യങ്ങളൊക്കെ പരസ്യപ്പെടുത്താവൂ. ഉടനെ തന്നെ പത്രസമ്മേളനം നടത്തുന്നു. ആരെ രക്ഷിക്കാൻ യാതൊരു പക്വതയില്ലാത്ത മന്ത്രി, അതിനേക്കാൾ പക്വതയില്ലാത്ത മന്ത്രിയുടെ ഓഫീസ്. ഈ സംവിധാനത്തിൽ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. മന്ത്രിയുടെ APSൻ്റെ ഏതോ PI ആരെ വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്. നേരത്തെ ഇവിടെ ഉപകരണം ഇല്ലെന്ന് ഹാരിസ് ആരും മൈൻഡ് ചെയ്തില്ല. എന്ത് ചെയ്യാനാണ്? സെക്രട്ടേറിയറ്റിൻ്റെ സംവിധാനം ഇങ്ങനെ ആയിപ്പോയി. നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഒരു ഗതികേടെ. ജനാധിപത്യത്തിൽ മൂന്നാമതും ഭരിക്കാൻ കയറി നിൽക്കുകയാണ്. ജനങ്ങൾ വോട്ട് ചെയ്താൽ അധികാരത്തിൽ വരും, അത് വേറെ കാര്യം. ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെയോ അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യുന്നതിനോ മൂന്നാം പ്രാവശ്യം വരുന്നതിനോടൊന്നും നമുക്ക് അഭിപ്രായമില്ല, അഭിപ്രായ എതിർപ്പുമില്ല. പക്ഷേ ഇതൊരു സങ്കടകരമായ കാര്യമാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വീണ്ടും ക്രൂശിക്കുകയാണ്. ഇന്നും ക്രൂശിച്ചിട്ടുണ്ട്. പത്രസമ്മേളനത്തിലൂടെ ക്രൂശിക്കുന്നു, പ്രിൻസിപ്പാളിൻ്റെയും സൂപ്രണ്ടിൻ്റെയും ബൈറ്റുകളിലൂടെ, നേരത്തെ കൊടുത്ത ബൈറ്റുകളിലൂടെ ക്രൂശിക്കുന്നു, മന്ത്രി ക്രൂശിക്കുന്നു. അവസാനം അദ്ദേഹത്തെ കള്ളനാക്കുന്നു, ചതിയനാക്കുന്നു, വഞ്ചകനാക്കുന്നു. ഇനി അദ്ദേഹത്തെ പട്ടിയെ പിടിച്ച് പേപ്പട്ടിയാക്കുന്നു. ആദ്യം തല്ലി പേപ്പട്ടിയാക്കുന്നു, പിന്നെ ആടിനെ പിടിച്ച് പട്ടിയാക്കുന്നു, പിന്നെ പേപ്പട്ടിയാക്കുന്നു, പിന്നെ പെരുമ്പാമ്പാക്കി തല്ലി കൊല്ലുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതൊരു ഗതികെട്ട ഒരു ഒന്നൊന്നര സംവിധാനം തന്നെയാണ്. ഇങ്ങനെ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്തെടുത്തതിന് നമ്മുടെ മന്ത്രിക്കും മന്ത്രിയുടെ ആജ്ഞാനുവർത്തികളായ മെഡിക്കൽ കോളേജിലെ ശിഷ്യന്മാർക്കും ഒരു ബിഗ് സല്യൂട്ട്.